മോഹൻലാൽ പൃഥ്വിരാജ് ടീമിൻ്റെ എമ്പുരാൻ മാർച്ച് 27 റിലീസ് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിർമ്മാതാവും സഹനിർമ്മാതാക്കളുമായ ലൈക്കയുമായി എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ 27-ാം തീയതി എമ്പുരാൻ തിയേറ്ററിൽ എത്തില്ല എന്നൊരു പ്രചരണം ശക്തമായിട്ടുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വരെ എമ്പുരാൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ അയ്യയ്യോ ഇതെന്തിനാ ഇങ്ങനെയും പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. കാരണം ഒരു ദിവസം 2 പേരെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പബ്ലിസിറ്റി കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് എമ്പുരാൻ്റെ ടീം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളതായിരിക്കണം. ആ പരീക്ഷണം നടത്തിയപ്പോൾ തന്നെ അവർ മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കച്ചവട ചോർന്നു പോകാത്ത തരത്തിൽ സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലത് തന്നെ. അങ്ങനെയുള്ള ആ സിനിമയുടെ പബ്ലിസിറ്റി ഇതാ കഴിഞ്ഞ ഒരാഴ്ചയായി പെട്ടെന്ന് നിലച്ചതുപോലെ ഫാൻസുകാർ ഞെട്ടി, മറ്റാരാധകർ ഞെട്ടി. എന്തു പറ്റി? ഈ സിനിമയുടെ പബ്ലിസിറ്റി ഓരോ ദിവസവും പ്രതീക്ഷിച്ച് കൊണ്ടിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ പരസ്പരം ചോദിച്ച് എന്തു പറ്റി. അപ്പോൾ വേറൊരു ചോദ്യം കൂടി വന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പബ്ലിസിറ്റി കുറവായിരുന്നു, ആ സിനിമയുടെ പബ്ലിസിറ്റി ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യം പല ഭാഗത്തുനിന്ന് വന്നു തുടങ്ങി. അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം മാർച്ച് 27 തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ സിനിമാ തിയേറ്ററിൽ ബുക്ക് ചെയ്യാൻ പോയാലും എമ്പുരാൻ തന്നെയായിരിക്കും റിവ്യൂ. അതേസമയം ഏറ്റവും അടുപ്പമുള്ളവരാണെങ്കിൽ അവർ പറയും ഈ ദിവസം ചിലപ്പോഴേ എമ്പുരാൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, എന്നാലും മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമയായ തുടരും ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. 27-ാം തീയതി മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടാവും. ആ രീതിയിലും സംസാരിച്ച് തുടങ്ങി. ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കാരണം പണത്തിന് പഞ്ഞമില്ലാത്ത ഒരു സിനിമയാണെന്ന് ആലോചിക്കണം. ലൈക്ക എന്നുള്ളവരെ കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കമലഹാസനായാലും രജനീകാന്തിനായാലും അജിത്തിൻ്റെ ആയാലും വമ്പൻ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണെന്ന് ആലോചിക്കണം. അങ്ങനെ കോടാനും കോടികൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന ആ പ്രൊഡ്യൂസർമാർക്ക് ഈ 3 പേരുടെ സിനിമയിൽ നിന്നും കാശ് കിട്ടിയിട്ടില്ല, പടം പൊളിഞ്ഞു പോയി എന്നുള്ള കാര്യം വേറെ. എന്നാലും അവർക്ക് ഇങ്ങനൊരു ചതി വരാൻ പറ്റില്ലല്ലോ എന്നും. പണം നഷ്ടമുണ്ടായത് മാത്രമല്ല, വിതരണക്കാർക്ക് ഇവർ പണം കൊടുക്കാനുണ്ട്. ആ പണം കൊടുക്കാതെ ഈ സിനിമ തിയേറ്ററിലെത്താൻ സാധ്യതയില്ല എന്നും വേറൊരു വിഭാഗം പറഞ്ഞു കേൾക്കുന്നു. നിങ്ങൾ അതിൻ്റെയും പുറയിൽ പോയി സത്യാവസ്ഥ എന്താണ്? പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലൊരു കാര്യം, ഇതിൽ OTT ബിസിനസ് ഉണ്ടെന്ന് ആലോചിക്കണം. OTT ബിസിനസ് ആർക്കാണ്? ലൈക്കയ്ക്കാണോ ആശീർവാദിനാണോ എന്നൊരു സംശയമുണ്ട്. ലൈക്കയാണെങ്കിൽ 90 കോടി രൂപ വരെ എത്തിയിട്ടുണ്ട്. ആശീർവാദങ്ങളിൽ 70 കോടി രൂപ എത്തിയിട്ടുണ്ട്. ആദ്യം ഇവർ തമ്മിലൊരു ധാരണയിലെത്തണം, ആരാണ് OTT വിറ്റ് കാശ് വാങ്ങേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒരു തർക്കം അവിടെ കിടക്കുന്നു. മാത്രമല്ലെങ്കിൽ തർക്കം പോകുന്നതിനിടയിൽ ലൈക്കിനെ മാറ്റിയാൽ എന്താണെന്നുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ലൈക്ക് മാറിയാൽ പിന്നെ അത് അവരെ പോലെ തന്നെയോ അത് അവരെക്കാൾ മീതെയുള്ള ഒരാളെയോ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോഴാണ് പറഞ്ഞു കേൾക്കുന്നത് പൃഥ്വിരാജിൻ്റെ കൈവശം 2 വമ്പന്മാരുണ്ട്, ഏറ്റവും വലിയ വമ്പന്മാർ തന്നെ. അവരിൽ ഒരാളെയെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സമയം കുറച്ചെടുക്കും. അതെല്ലാം ശരിയായി വരികയാണെങ്കിൽ മാർച്ച് 27 ഈ സിനിമ റിലീസ് ചെയ്യാതെ ഒരാഴ്ചയ്ക്ക് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തിയേറ്ററെല്ലാം എമ്പുരാന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടിയാണത്. അവിടെയാണ് മോഹൻലാലും ശോഭനയും അഭിനയിച്ച തുടരും എന്നുള്ള സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തത്. മുമ്പ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഈ തുടരും ഇപ്പോഴൊന്നും വരില്ല, എമ്പുരാൻ റിലീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ, അതിൻ്റേതായുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു വാർത്ത മുമ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എമ്പുരാൻ തന്നെ വരുന്നു വിചാരിക്കുക. എമ്പുരാൻ വരുമ്പോഴും വേറെയും ചില പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഫാൻസുകാരെ സംബന്ധിച്ച് ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സിനിമ അവർ ആവശ്യപ്പെടുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്കോ 5 മണിക്കോ ഈ സിനിമ തിയേറ്ററിൽ അവർക്ക് ഫാൻസിൻ്റെ ഷോയായി പ്രദർശിപ്പിക്കണമെന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ.
പക്ഷേ മോഹൻലാലും ആന്റണി ആശീർവാദം ചിന്തിച്ച് മറു രീതിയിലാണ്. ഈ വെളുപ്പാങ്കാലത്ത് ഈ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ പലരും അത് ഉറക്കച്ചടവോടെ ആയിരിക്കും ആ സിനിമ കാണുക. എത്ര നല്ല സിനിമയായാലും ഉറക്കച്ചടവോടെ കാണുമ്പോൾ അതിന് യഥാർത്ഥത്തിലൊരു വിധി ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് മോഹൻലാലിൻ്റെ അഭിപ്രായം ഏകദേശം വന്നിരിക്കുന്നത് 8 മണി മുതൽ ഈ സിനിമയുടെ പ്രദർശനം തുടങ്ങിയാൽ മതി എന്നാണ് ഒരു ആലോചന വന്നിരിക്കും. ഇങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുന്നുണ്ട്. മാത്രമല്ല ഫാൻസുകാർ കട്ടക്കലിപ്പിലാവാൻ കാരണം എന്തിനാണ് ഈ സിനിമയുടെ പബ്ലിസിറ്റി കുറച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ്, എന്താണ് സത്യാവസ്ഥ മുഴുവനും ഫാൻസുകാരോട് പറയാൻ പറ്റില്ലോ. കച്ചവടം തന്നെയാണ്, ലാഭമില്ലാത്ത കച്ചവടം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ ഇപ്പം ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. ഈ എമ്പുരാനെ സംബന്ധിച്ച് ഇപ്പം ചൂട്ടോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇത്രയും വർഷം അത് കഠിനാധ്വാനമാണ്. ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം, അതിൻ്റെ ശക്തി, അതിൻ്റെ എല്ലാ പൂർണ്ണതയും ഇപ്പം ഈ പറഞ്ഞ ഡേറ്റ് അധികം മാറ്റാതെ അറിയാം. മുമ്പ് നമ്മൾ പല സിനിമകളുടെയും കാര്യം എടുത്തു നോക്കുക, നല്ല സിനിമകളായിരിക്കും. ഇങ്ങനെ ഡേറ്റുകളെല്ലാം മാറ്റി മാറ്റി പോകുമ്പോൾ അതൊരു പഴയ സിനിമയായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയുടെ കാര്യം നോക്കുക, എന്തെല്ലാം പ്രതീക്ഷയുള്ള സിനിമയായിരുന്നാലേക്കും, കോടാനുകോടികൾ ചെലവഴിച്ചുള്ള സിനിമയായിരുന്നു, കുട്ടികൾക്ക് കൂടി വേണ്ടിയുള്ള സിനിമയായിരുന്നു. ആ സിനിമയുടെ ഗതി നമുക്ക് ഉണ്ടായില്ലേ? അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ്റെ എല്ലാ ആൾക്കാരും കൂടി ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആ മുന്നിട്ടിറങ്ങുമ്പോൾ കച്ചവടം തന്നെയായിരിക്കണം. ലൈക്കക്കാരും ആശീർവാദം നമ്മുടെ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാർച്ച് 27 എന്നുള്ളത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കും. അത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല, അതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, തിയേറ്ററുകൾ, അങ്ങനെ കുറേ ആൾക്കാർ ഒരു സമരത്തിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിരുന്നു. ആ സമരത്തിൻ്റെ പേരിൽ ലൈക്ക കൊടുക്കാനുള്ള, വിതരണക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാതെ ഈ സിനിമ റിലീസ് ചെയ്യില്ല എന്നൊരു സാങ്കേതിക തടസ്സം പറയുമ്പോൾ തന്നെ അത് വെറും ഒരു സാങ്കേതിക തടസ്സമല്ല. ആ കാശ് ഇപ്പോൾ ചോദിച്ചാലേ കിട്ടുകയുള്ളൂ, പിന്നീട് കിട്ടുകയില്ല. അത് സിനിമയുടെ ഒരു കണക്ക് തന്നെയാണത്. അപ്പം അതിൻ്റെ പേരിൽ പണം അടച്ചില്ലെങ്കിൽ നീണ്ടുപോകുമ്പോൾ ഒരു വേറൊരു പ്രശ്നം വരും. ഇത് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടും സുരേഷ് കുമാറിനോടും ഉള്ള കളിച്ച കളിയാണ്, ആ കളിക്കുള്ള ബദലാണെന്നുള്ള പ്രചരണം വരും. എന്നാൽ അങ്ങനെയാണോ? അല്ല. സുരേഷ് കുമാർ ഇതിൻ്റെ പേരിലോ ഒരു സംഘടനയോ വേറെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരു കാര്യം സത്യം തന്നെയാണ്, പണം കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ പണം കിട്ടിയിട്ടാണ് ഇത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഈ കിട്ടേണ്ടവർക്ക് കിട്ടും. അതല്ല, ഇനി ലൈക്ക് മാറിയാലെങ്കിൽ വേറെ പുതിയ ആൾക്കാർ വന്നാലും അവർക്ക് ഈ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കടം ഒരു ഭാഗത്ത്, പ്രിസ്റ്റേജ് വേറെ ഭാഗത്ത്, ലാഭം മറുഭാഗത്ത്, ഇങ്ങനെ കുറേ ചുറ്റിക്കളിക്കാൻ നിൽക്കുന്നത്. ആ ചുറ്റിക്കളിക്കിടയിലാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വമ്പൻ സിനിമയുടെ ഡേറ്റ് മാറുമോ ഇല്ലയോ എന്നൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്നോ ഇതല്ലെങ്കിൽ ഫാൻസുകാരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്നോ നാളെയോ ഈ എമ്പുരാൻ്റെ ട്രെയിലർ പുതിയത് ഇറക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാവുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ സാധ്യം. നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, എമ്പുരാൻ 27 തന്നെ റിലീസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും ഒക്കെ ആഗ്രഹം. ഇൻ കേസ് അത് കഴിഞ്ഞില്ലെങ്കിൽ പകരം മോഹൻലാലിൻ്റെ തുടരും, മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന അതിമനോഹരമായ തുടരും, അത് രഞ്ജിത്താണ് എൻ്റെ പ്രൊഡ്യൂസർ, അത് തുടരും, ആ ദിവസം റിലീസ് ഉണ്ടാകും എന്നും പറഞ്ഞു കേൾക്കുന്നു. ഏത് സിനിമയായാലും വൻ വിജയമാകട്ടെ, പ്രേക്ഷകർക്ക് അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ, അത് സന്തോഷമാകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്നും പരാജയപ്പെടാൻ പാടില്ല.